Watch full episodes on Jio Hotstar. ഹേയ്, ആരെ കാത്തിരിക്കുക നിങ്ങളൊക്കെ? വേഗമാവട്ടെ. അതെ എന്റെ ചങ്ക, എന്റെ ബ്രോ മോട്ടു, നല്ല കാര്യങ്ങൾ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. അതെ വലിയേട്ടാ, ആദ്യം തേങ്ങ പൊട്ടിക്കേണ്ട ആളല്ലേ വരേണ്ടത്. ഇതാ കഴിഞ്ഞു, നമ്മുടെ എല്ലാവരുടെയും കാത്തിരിപ്പ് കഴിഞ്ഞു. ഇതാ എത്തിപ്പോയി ചിങ്കം സാർ, ഉദ്ഘാടനം ചെയ്യേണ്ട ആളെത്തിയിരിക്കുന്നു. ഞാൻ എന്തായാലും വന്നിരിക്കും. നമ്മുടെ മോട്ടു പത്ലുവിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ എന്തായാലും വന്നിരിക്കും. ഓടി വരും, ചിലപ്പോ പറന്നും എത്തും. എന്നാ ചിങ്കം സാറേ, ആദ്യം തേങ്ങ പൊട്ടിച്ചേ. എന്റെ അമ്മോ, നിർത്ത്. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഭാരത രാജ്യമാണ് സത്യം. ഇല്ല, ഇനി ഒരിക്കലും ഞാൻ മോട്ടു പത്ലുവിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വരില്ല. ഇനി ഒരു ഉദ്ഘാടന ചടങ്ങുകളും ഞാൻ പങ്കുകൊള്ളില്ല. ഇന്ത്യ നിയമമാണ് സത്യം. വണ്ടി നിർത്ത്. വേണ്ട. എന്റെ അമ്മോ. ഹലോ, മോട്ടു പത്ലു കൊറിയർ സർവീസ് ആണോ? അല്ല അല്ല, ഇത് മോട്ടു പത്ലു കൊറിയർ സേവയല്ല വലിയേട്ടാ. ഞാൻ മോട്ടുവാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ കൊറിയർ സർവീസ് സംസാരിക്കാറില്ല. ഞങ്ങൾ തന്നെ വേണം ചേട്ടാ സംസാരിക്കാൻ. എന്റെ മോട്ടോ തമാശ കളഞ്ഞേക്ക്. ഇത് ക്ലയന്റിന്റെ ഫോണാ. തരൂ, അത് ഇങ്ങോട്ട് താ. എന്നാ പിടിച്ചോ. അതെ സാറേ, മോട്ടു പത്ലു കൊറിയർ സർവീസ്. ഞാൻ പത്ലുവാ സംസാരിക്കുന്നേ. ഞാൻ മിസ്റ്റർ മൂർത്തിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു എക്സിബിഷന്റെ സ്ഥലത്തേക്ക് ഒരു മൂർത്തി എടുത്തിട്ട് പോകാനുണ്ട്. ഒന്ന് പെട്ടെന്ന്, കാരണം അവിടെ മൂർത്തികളുടെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. ബെസ്റ്റ് സ്കൾപ്ചർ കോമ്പറ്റീഷൻ. അതുകൊണ്ട് നേരെ ആകാൻ പാടില്ല. വിഷമിക്കണ്ട, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എങ്കിൽ അഡ്രസ് എഴുതിയെടുത്തോളൂ. ആ ശരി. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. മോട്ടുവിന്റെ പത്ലുവിന്റെ ബിസിനസ് തകർത്ത് വരാൻ ഇത് നല്ലൊരു അവസരമാണ്. ഇന്ന് അവന്റെ ട്രക്കിൽ നിന്ന് ഞാൻ പ്രതിമ മോഷ്ടിച്ച് വല്ല ചന്തയിലും കൊണ്ടുപോയി വിൽക്കുന്നതായിരിക്കും. എനിക്ക് പൈസയും കിട്ടും, പിന്നെ മോട്ടുവിനും പത്ലുവിനും നാട്ടുകാരുടെ ഹിടിയും. അതാണ് നമ്മുടെ ലക്ഷ്യം. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞത്. ഓ, കവിതയുടെ കാര്യമൊക്കെ വിട്. ഇനി ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെയായിരിക്കും ഡോൺ. അതെ സുഹൃത്തെ, മൂർത്തി എവിടെയാണുള്ളത്? ഓ, മൂർത്തിയോ? ദോ അവിടെ നിപ്പുണ്ട്. എന്താ ചെയ്യുന്നത് നിങ്ങൾ? ഞങ്ങൾക്ക് ഓർഡർ ഉള്ളതാ, മൂർത്തിയെ ലോഡ് ചെയ്തിട്ട് മൂർത്തി കോമ്പറ്റീഷനിൽ എത്തിക്കണമെന്ന്. ആ ഓർഡർ ഞാനാ തന്നെ. മിസ്റ്റർ മൂർത്തി ഞാൻ തന്നെയാണ്. പക്ഷേ എന്നെ അല്ല കൊണ്ടുപോകേണ്ടത്. ഈ മൂർത്തി, അതായത് പ്രതിമയാണ് കൊണ്ടുപോകേണ്ടത്. അത് ഈ ബോക്സിലുണ്ട്. ഇത് എടുത്തോണ്ട് പെട്ടെന്ന് വാ, ഞാൻ അവിടെ വെച്ച് കണ്ടോളാം. എന്റെ മോട്ടു ദേ കണ്ടോ, കണ്ണിന്റെ കൃഷ്ണമണി അടിച്ചുകൊണ്ട് പോകുന്നു. നീ തമാശ കളപത്തിലു, അവര് മൂർത്തിനെ മോഷ്ടിച്ചോണ്ടിരിക്കുക. ആ അത് തന്നെയാ ഞാനും പറഞ്ഞത്. അത് നിനക്ക് നേരെ അങ്ങ് പറഞ്ഞാ പോരെ. എന്തിനാ ഇങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞ് എന്നെ കൺഫ്യൂസ് ആക്കുന്നത്? നീ വെറുതെ ഇരുന്ന് ഇങ്ങനെ വാചകം അടിക്കാതെ വണ്ടിയുടെ സ്പീഡ് കൂട്ടാൻ നോക്ക് പത്ലു. വണ്ടി നിർത്ത്, വണ്ടി നിർത്താൻ. എന്റെ പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? മൂർത്തിനെയും കൊണ്ട് പോയി. നീ പറ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഐഡിയ. സമോസ കഴിക്കുക, എന്നിട്ട് പണി തുടങ്ങിക്കോ. ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
എന്റെ മോട്ടു നീ ബോക്സ് എടുക്കാനാ പോയത്, അല്ലാതെ റേസ് കോമ്പറ്റീഷൻ അല്ല. ഓ സോറി സോറി, ഒരു തെറ്റ് പറ്റിപ്പോയതാ എനിക്ക്. അത് പിന്നെ ഞാൻ കുറച്ച് സമോസകൾ കൂടുതൽ കഴിച്ചു പോയില്ലേ, അതിന്റെ ഒരു ഉന്മേഷമാണ്. മോട്ടു സമയത്തിന് ഈ പ്രതിമ അവിടെ എത്തിച്ചില്ലെങ്കില് ഇതിന്റെ ഓണർ നമ്മളെ ഇടിച്ചിടിച്ച് പരിപ്പെടുക്കും, ഉറപ്പാ. നമ്മുടെ കാര്യം പിന്നെ എന്താവും അറിയില്ല. വേഗം ആ പ്രതിമയുടെ ബോക്സ് എടുത്തോണ്ട് വാ. മനസ്സിലായി മനസ്സിലായി. ശരിക്കും മനസ്സിലാക്കുന്ന കാര്യത്തിലെ ഞാനൊരു വിദഗ്ധൻ തന്നെയാണ്. ഇനി ഞാൻ ആ ജോൺ ദി ഡോണിന്റെ അഹങ്കാരം തീർത്തു കൊടുത്തേക്കാം. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഇന്നത്തോടെ ഈ പ്രതിമയുടെ കാര്യം കൊണ്ട് ഞാൻ പ്രതിമാവെന്ന് തോന്നുന്നേ. മോട്ടു എന്തെങ്കിലും ഒന്ന് ചെയ്യ്. പത്തുലു നീ പേടിക്കണ്ട, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ബൈ ബൈ ഗോൺ, ബൈ ബൈ. മോട്ടു ദേ അവനിപ്പോ മുകളിലൂടെ വന്നിരിക്കുക. മുകളിലേക്ക് നോക്ക്, തലയുടെ മുകളിലേക്ക്. ഹലോ ഹലോ. ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. ഇന്ന പിടിച്ചോ, സമോസ കഴിച്ചോ, പണി തുടങ്ങിക്കോ. അവിടെ തന്നെ കിടന്ന് തൂങ്ങിക്കിടന്നത് ഈ കാറ്റുകൊണ്ട്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയെ പറഞ്ഞേ. പത്തുലു നീ എവിടെ കിടന്ന് എന്ത് വേണമെങ്കിലും ഓർത്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. ആരും ഒന്നും കാണാൻ പോകുന്നില്ല. ഞങ്ങൾ ഈ പ്രതിമ കൊണ്ടുപോയത് വിൽക്കട്ടെ. പത്തുലു, ഞാൻ അവന്മാരെയൊക്കെ ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ തള്ളിയിട്ട് കേട്ടോ. ഒളിച്ചേ. അവന്മാരെ എടുത്ത് താഴെ കളഞ്ഞെങ്കിൽ ഇപ്പൊ ആരാ ഹെലികോപ്റ്റർ ഓടിക്കുന്നത്? ഓ നോ, ഇത് മാത്രം ഓടിക്കാൻ എനിക്ക് അറിയില്ലല്ലോ പത്തുലു. എന്നെ രക്ഷിക്കൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തുലു. എന്തെങ്കിലും ചെയ്യൂ. ഞാൻ നിനക്ക് വേണ്ടി മുകളിലുള്ളവരുടെ അടുത്ത് പ്രാർത്ഥിക്കാം. നീയും പുള്ളിക്കാരനൊന്ന് വിളിച്ചേക്ക്. പത്തുലു. മോട്ടു എന്റെ എല്ലുകളൊക്കെ നുറുങ്ങിയെന്നാ തോന്നുന്നത്. സൂക്ഷിച്ച്. ആ ബോക്സ് തുറന്നിട്ട് സ്റ്റാച്യു ശരിക്കും അവിടെ എടുത്തു വെക്ക്. ജഡ്ജ് ഇതാ ഇപ്പൊ തന്നെ അങ്ങ് എത്തും. എന്റെ മോട്ടു ഇതെന്താ ചെയ്തു വെച്ചിരിക്കുന്നേ? അടി മേടിക്കാനുള്ള പരിപാടിയാണോ? ഇന്നാ പിടിച്ചോ, പ്രതിമയെ പെട്ടെന്ന് ഒട്ടിച്ചു വെച്ചോ. അപ്പോഴേക്കും ഞാൻ പുറത്തു പോയി നോക്കാം ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. പത്തുലു, മൂർത്തി ശരിയായി ശരിയായി. വന്ന് നോക്ക് എന്റെ കഴിവ്. എന്താ ഇത് മോട്ടു? ഗ്യാരണ്ടി ആയിട്ട് അടി ഉറപ്പാ. ഇവിടെ നിന്ന് വേഗം ഓടിക്കോ, വേഗം. വാ വാ, എന്തൊരു കലയാണ്. ഇതൊരു വ്യത്യസ്തമായ മൂർത്തിയാണല്ലോ. പ്രത്യേക തരത്തിലുള്ള പ്രതിമയാന്നാ പറയുന്നേ ബോസ്. ഇതുപോലത്തെ ഒരു മൂർത്തി ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതില് കലാകാരന്റെ ചിന്തയെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. വാ, പുറഭാഗം മുന്നിലാക്കി. അതായത് ആർക്കും അവരെ പിന്നിൽ നിന്ന് കുത്താൻ കഴിയില്ലല്ലോ. അതെ അതെ, ഇന്നത്തെ കാലത്ത് ആൾക്കാരെല്ലാം പറയുന്നാണല്ലോ കുത്തുന്നത്. പറയ്, ഇപ്പൊ എന്താ ചെയ്യാ? അതെ, ബാക്ക് ഫ്രണ്ടിലാണ്. അതെ, കാലിന്റെ സ്ഥലത്ത് കൈയാണ്. വാ, എന്തൊരു ചിന്തയാണ്.
കൈ കൊണ്ട് എല്ലാരും ജോലി ചെയ്യും. ഇനിയിപ്പൊ കാലുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയ ലോകം എവിടെ എത്തും? അതുകൊണ്ടാണ് കൈയുടെ സ്ഥലത്ത് കാലെടുത്ത് വെച്ചിരിക്കണത് അവര്. യാ, കാലുകൊണ്ട് ഇപ്പൊ എല്ലാരും നടക്കുമല്ലോ. ഇനിയിപ്പൊ കൈ കൊണ്ട് നടന്ന ലോകം എവിടെ എത്തും? ഒരു കലാകാരന്റെ കലയെ മാക്സിമം പരീക്ഷിച്ചിരിക്കുന്നു. എനിക്ക് ഏതായാലും ഈ മൂർത്തിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ മൂർത്തിക്കാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പോണത്. ആരുടെയാണ് ഈ മൂർത്തി? അത് സാർ എന്റെ മൂർത്തിയാണ്, എന്റെ മൂർത്തി. താങ്കളുടെ മനസ്സിൽ ഇത്ര വലിയ ഐഡിയ എങ്ങനെയാണ് വന്നത്? അതായത് എന്റെ ഈ 2 മൂർത്തി ഉണ്ടാക്കുന്നവരില്ലേ, അതായത് ഈ മോട്ടുവും പത്ലുവും, അവരുടെ ഐഡിയ ആണിത്. മോട്ടുവിനും പത്ലുവിനും ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ല, നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തത്? അതൊരു വലിയ കഥയാ, പിന്നീട് പറഞ്ഞു തരാം. അതേ വലിയേട്ടാ, ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ ഇങ്ങ് തന്നാ മതി. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇവിടെ മുന്നിലേക്ക് വരിക. എന്നിട്ട് എന്റെ മുന്നിൽ കാണിക്ക് നിങ്ങൾ ഏതൊക്കെ കാര്യത്തിൽ എക്സ്പേർട്ട് ആണെന്ന് കാണിക്ക്. നിങ്ങൾ 3 പേരും ചിന്നു, ബിന്നു, മിന്നു സെലക്റ്റഡ് ആയിരിക്കുകയാണ്. ബാക്കി എല്ലാവരും പൊയ്ക്കോളൂ. എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഞാൻ അറിയിച്ചുകൊള്ളാം. ഇനി നിങ്ങൾ 3 പേരും എന്റെ പ്ലാൻ കേട്ടോളൂ. നിങ്ങൾ 3 പേരും എന്റെ മാസ്ക് ഇട്ടോണ്ട് മോഷ്ടിക്കാൻ ഇറങ്ങണം. ആ സമയത്ത് ഞാൻ ജയിലിലിരുന്ന് തകർത്ത് വാരുകയായിരിക്കും. എല്ലാരും ചിങ്കത്തിനോട് ജോണ ചെയ്തെന്ന് പറയും. പക്ഷെ ചിങ്കം അത് വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ ജയിലിലല്ലേ, അയാളുടെ തൊട്ട് മുന്നിലായിട്ട്. ഇതാ എന്റെ മാസ്ക് ഇട്ടോളൂ. ശരി, ഇവന്മാരെ 3 പേരെയും മോഷ്ടിക്കാൻ വേണ്ടി തയ്യാറാക്കിക്കോളൂ. എന്നിട്ട് നമുക്ക് ചിങ്കത്തിന്റെ അടുത്ത് സറണ്ടർ ആവാൻ പോവാം. ജോൺ, നിനക്കിവിടെ കഴിക്കാനൊന്നും കിട്ടില്ല. ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? ചിങ്കം സർ, മിസ്റ്റർ ജോൺ പ്ലേറ്റിൽ തട്ടിയിട്ട ഓരോ കാര്യം പറയാറ്. മിസ്റ്റർ ജോൺ ഇപ്പോൾ മൗനവ്രതത്തിലാണ്. തപ്പുകൊട്ടി പറഞ്ഞതെന്താണെന്നറിയോ? അദ്ദേഹം ഇപ്പോൾ നല്ല മനുഷ്യനായി എന്നാണ്. വളരെ നല്ല മനുഷ്യൻ. പുറത്തൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടു, മോട്ടു പത്ലുവും കൂടി എന്തൊക്കെയോ ചെയ്തിട്ട് അത് ജോൺ സാറിന്റെ പേരിലാക്കാൻ പോവുകയാണെന്ന്. എന്താ ചെയ്യാ? അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ സറണ്ടർ ആകാൻ വന്നത്. ഇനി ആർക്കും അദ്ദേഹത്തിന്റെ പേരിൽ വെറുതെ കുറ്റം ആരോപിക്കാൻ പറ്റില്ലല്ലോ. ജോൺ, ഇന്ന് തൊട്ട് താൻ ഈ ചിങ്കത്തിന്റെ പ്രൊട്ടക്ഷനിലാണ് ഉള്ളത്. ഇന്ത്യ നിയമമാണ് സത്യം. നിനക്കൊന്നും സംഭവിക്കില്ല. നിനക്ക് വേണ്ടി ഞാൻ ഈ ലോകത്തിനോട് തന്നെ യുദ്ധം ചെയ്യും. ചിങ്കം സാറേ, ആ ജോൺ ഒരു വലിയ പ്ലാനാ ഒരുക്കാൻ പോകുന്നത്. ആരും ഇതുവരെ ചെയ്യാത്ത വലിയൊരു മോഷണമാ നടത്താൻ പോകുന്നത്. അതെ ചിങ്കം സാറേ, അവനെ എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കാൻ നോക്ക്. എന്നിട്ട് പിടിച്ചിട്ട് അവനെ ജയിലിലിട്. ഓക്കെ മോട്ടു, എന്ന ഒരു കാര്യം, നീ ഇപ്പൊ നല്ലൊരു കഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മോട്ടു പത്ലു എന്നെ മണ്ടനാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ചിങ്കത്തിനെ മണ്ടനാക്കുന്നത് എംപോസിബിൾ. എന്നെ മണ്ടനാക്കാൻ ആർക്കും ഇവിടെ കഴിയില്ല. ജോണെ, അവിടെ നിക്ക്. എന്നെ വിടൂ, ഞാൻ സറണ്ടർ ആയിക്കോളാം സാറേ.
ചിങ്കം സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ആ ജോൺ ഫുർഫുറി നഗരം മുഴുവൻ കോളിലൊക്കെ സൃഷ്ടിക്കുക. ഒരു ജ്വല്ലറി ഷോപ്പിൽ നിന്ന് മോട്ടിച്ചോണ്ട് പോകുമ്പോ ഞങ്ങൾ അവനെ പിടിച്ചു. പക്ഷെ അവൻ ഞങ്ങളുടെ കണ്ണിൽ മണ്ണിട്ട് ഓടിക്കളഞ്ഞു. മോട്ടു, നിങ്ങൾ എവിടുന്നാ ജോണിനെ പിടിച്ചത്? ജോൺ ഇതാ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ വെറുതെ അവന്റെ പേര് ചീത്തയാക്കാൻ ശ്രമിക്കുകയാണ്. എന്താ ഞങ്ങൾ അവന്റെ പേര് ചീത്തയാകുന്നെന്നോ? ഇവൻ ഇവിടെ എങ്ങനെ വന്നത്? ഇതിലെന്തോ കളിയുണ്ട്. അവൻ ഞങ്ങളുടെ കണ്ണിൽ പൂഴി വാരിട്ടിട്ട് ഓടിയതാ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും എന്റെ കണ്ണിൽ പൊടിയിടാൻ നോക്കല്ലേ. നിങ്ങളൊക്കെ മാന്യന്മാരായ വ്യക്തികളാണ്. അങ്ങനെ മാന്യന്മാരായിട്ട് ഇരുന്നിട്ടും ഒരു മാന്യനായ ജോണിനെ എന്തിനാ നിങ്ങൾ ചീത്തപ്പേരുണ്ടാക്കുന്നത്? എന്താ ജോൺ ഒരു മാന്യനോ? ചിങ്കം മോനെ, ജോൺ വീട്ടിൽ വന്ന് എല്ലാ വസ്തുക്കളും മോഷ്ടിച്ചെടുത്തോണ്ട് പോയി. അയ്യോ മോനെ, തോക്ക് ചൂണ്ടി ആ ജോണും കൂട്ടരും ഞങ്ങളുടേതെല്ലാം മോഷ്ടിച്ചോണ്ട് പോയി മോനെ. എന്റെ അമ്മോ, നിങ്ങൾ എന്റെ ഡാഡിയും മമ്മിയും അല്ലേ? നിങ്ങളും പാവം ഈ ജോണിനെ വെറുതെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണല്ലോ. ജോൺ ഒരു പാവം നല്ല മനുഷ്യനായി മാറിയിരിക്കുകയാണ്. അതാ കണ്ടു, അവൻ ലോക്കപ്പിനകത്താണ് ഉള്ളത്. നിങ്ങൾ വെറുതെ ഈ മോട്ടു പത്ലുവിന്റെ വാക്കും കേട്ട് വിശ്വസിക്കരുത്. ചിങ്കം മോനെ, നിനക്ക് നിന്റെ അച്ഛന്റെ വാക്കിന് വിശ്വാസമില്ല അല്ലേ? ഇതിനു വേണ്ടിയിട്ടാണോ നിന്നെ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേർത്തിയത്? നിനക്ക് ആ കള്ളനിൽ വിശ്വാസമുണ്ട്, പക്ഷെ എന്നിലില്ല അല്ലേ? എന്നാ എന്റെ അമ്മോ, ഈ അടി നിനക്ക് ഞാൻ ചെറുപ്പകാലത്ത് തന്നെ തരേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരിക്കലും ഇതുപോലൊരു ദിവസം കാണേണ്ടി വരുമായിരുന്നില്ല. എന്റെ അമ്മോ, മമ്മി നിങ്ങൾ കണ്ടില്ലേ ഡാഡിനെ തല്ലിയത്? എന്റെ അയ്യോ, അമ്മോ, നിന്നെ ഒരുപാട് കൊഞ്ചിച്ച കാരണം നീ ഇത്ര മോശമായത്. മമ്മി, ഡാഡി. ഓയ് മോട്ടു, എന്റെ ചങ്ക്, ഇത്തവണ ജോൺ എന്തോ മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്നാ തോന്നുന്നത്. വരൂ, നമുക്ക് കണ്ടുപിടിക്കാം അവന്റെ കളി എന്താണെന്ന്. ഓയ് മോട്ടു പത്ലു, ഇത് കാണ്. എന്റെ സാറ്റലൈറ്റില് ഈ ഫുർഫുറി നഗരം മൊത്തം കാണാൻ പറ്റും. നമുക്ക് നോക്കാം ഇന്ന് രാത്രി എവിടെയൊക്കെയാണ് മോഷണം നടക്കുന്നതെന്ന്, അതും ആരാണ് ചെയ്യുന്നതെന്നും. അതെ, ഇത് ഇത് ജോണാണ്. അത് ശരി, ജോൺ അപ്പൊ അവന്റെ 3 ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അവന്റെ അതേ രൂപത്തിൽ. എന്നിട്ട് അവന്റെ മാസ്ക് ഇട്ടുകൊണ്ട് അവര് മോഷ്ടിച്ചോണ്ടിരിക്കുക. എന്നിട്ട് നിഷ്കളങ്കനെ പോലെ അഭിനയിച്ച് ജയിലിൽ കയറി ഇരിക്കുമല്ലേ? പത്ലു, എന്തെങ്കിലും ചെയ്യൂ പത്ലു. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. എന്റെ പത്ലു, അടിപൊളി അടിപൊളി കേട്ടോ. ജോൺ എന്ത് നല്ല മാസ്റ്റർ പ്ലാനാ ചെയ്യുന്നത്. അവൻ തെറ്റുകളൊന്നും ചെയ്യാതെ ജയിലിൽ കയറി ഇരുന്നിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് ഫുർഫുറി നഗരം മുഴുവൻ കൊള്ളയടിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് രാത്രി ആ ചിങ്ക ഉണ്ടല്ലോ, ജോണിന് വെച്ചൊരു പ്ലാൻ ഉണ്ടാക്കി ആ 3 ഡ്യൂപ്ലിക്കേറ്റിനെയും പിടിക്കുന്നതായിരിക്കും. പിന്നെ ആ മോട്ടിച്ച സാധനം ജോണും ചിങ്കവും അവരങ്ങ് പങ്കിട്ടെടുക്കും. ആ, ജോണിനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് ഒരു വെടിക്ക് 2 പക്ഷിന്ന്. മാസ്റ്റർ മൈൻഡ് തന്നെയാ. അതെ സുഹൃത്തെ, ജോൺ ഒരു അടിപൊളി പ്ലാന് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ജോണിന്റെ ഗുഹ എവിടെയാ ഉള്ളത്? എനിക്ക് തോന്നുന്നത് അത് ഇവിടെ അടുത്ത് എവിടെയാണെന്നാ. വേഗം അന്വേഷിക്ക്. ചിങ്കം സാറിനോട് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹം രാത്രി മുഴുവൻ അന്വേഷിക്കേണ്ടി വരും. ജോൺ, ഞങ്ങൾ 3 പേരും നിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയാണ്. ബൈ ബൈ. ഇനി നീ ജയിലിൽ തന്നെ ജീവിച്ചാൽ മതി. കഷ്ടപ്പെട്ടത് ഞങ്ങളും അനുഭവിക്കുന്നത് നീയുമോ? ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല.
രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദേ നോക്ക്. എന്റെ സാധനങ്ങളുമായിട്ട് കടന്നു കളയുന്നു ഈ ജോൺ ദി ഡോണിന്റെ സാധനങ്ങളായിട്ട്. നിങ്ങൾ പോലീസിനോട് ചേർന്ന് ഞങ്ങളെ പിടിപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ? സ്വയം നല്ലവനായിട്ട് എല്ലാം ഒരുമിച്ച് അടിച്ചെടുക്കാനുള്ള പരിപാടിയല്ലേ? എന്റെ അമ്മോ, ഇവിടെ ഒരുപാട് ജോൺ നിൽപ്പുണ്ടല്ലോ. ഞാനാണ് ശരിക്കുള്ള ജോൺ. ഞാൻ തന്നെയാ ശരിക്കുള്ള ജോൺ. ഇവര് മൂന്നുപേരും മാസ്ക് ഇട്ടോണ്ട് മോഷ്ടിക്കാൻ ഇറങ്ങിയതാ എന്നെ കൊടുക്കാൻ വേണ്ടി. എനിക്കിട്ട് പണിയാൻ നോക്കുവോ സാറേ? ഇതെല്ലാം ആ മോട്ടുവിന്റെയും പത്തിലുവിന്റെയും പണിയാ. ഞാൻ ഇവരെ പിടിക്കാനാ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഇവരെ പിടിച്ച് ചിങ്കം സാറിന്റെ കയ്യിൽ ഏൽപ്പിക്കാമല്ലോ. ചിങ്കം സാറേ, നമുക്ക് ഇപ്പൊ തന്നെ പരിശോധിക്കണം. ആരാണോ ശരിക്കുള്ള ഡോൺ, ആരാണോ ഡ്യൂപ്ലിക്കേറ്റ് ജോൺ. ചിങ്കം സാറേ, ഇവനെ അകത്താക്ക്. ഇവനാണ് ഡ്യൂപ്ലിക്കേറ്റ് ജോൺ. ഞാനാണ് ശരിക്കുള്ള ജോൺ. ഞാൻ തന്നെയാ ശരിക്കുള്ള ജോൺ. ഇതും ഡ്യൂപ്ലിക്കേറ്റ്, ഇതും ഡ്യൂപ്ലിക്കേറ്റ്. ഇതാണ് ഒറിജിനൽ ജോൺ. ഇവന് സർക്കാരിൽ നിന്ന് സമ്മാനം ലഭിക്കും. അത് ഡ്യൂപ്ലിക്കേറ്റ് ജോൺ ആണ്. ഡ്യൂപ്ലിക്കേറ്റ് ജോണാ. ശരിക്കുള്ള ജോൺ ഞാനാണ്. ഈ ഞാൻ തന്നെയാ. ഇതൊക്കെ എന്റെ പ്ലാൻ ആയിരുന്നു. ഞാൻ ഇവന്മാരെ വാടകയ്ക്ക് എടുത്തതാണ്. ഇവൻ എനിക്ക് വേണ്ടി മോഷണം നടത്തുമ്പോ ഞാൻ ജയിലിൽ കിടന്ന് ഇങ്ങനെ സുഖിച്ചിരിക്കും. എന്റെ പൊന്നു സാറേ, ഇതായിരുന്നു എന്റെ പ്ലാന്. ജോൺ, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. ഇതൊക്കെ ഞങ്ങളുടെ പ്ലാൻ ആയിരുന്നു. നിന്നെ കയ്യോടെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ പ്ലാൻ. യു ആർ അണ്ടർ അറസ്റ്റ്. ഇത് ചതിയാണ്. എന്നെ പോലെ പാവ നിഷ്കളങ്കരായ ഒരുത്തനെ മണ്ടനാക്കിയിരിക്കുകയാണ്. മണ്ടനാക്കിയതോ ആക്കി ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുകയാ. ഇനി തൊട്ട് ഞാൻ ഒരുത്തരെ വിശ്വസിക്കത്തില്ല. പോലീസിനെ പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ, അല്ലേ? മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ രണ്ടാളും കാരണം ജോണിന്റെ ഇന്നത്തെ ഈ മാസ്റ്റർ പ്ലാൻ പൊളിഞ്ഞു പോയി. അവൻ നിയമത്തിന്റെ മുന്നിൽ കുടുങ്ങുകയും ചെയ്തു. താങ്ക് യു. Watch India's largest kids library only on Jio Hotstar. Download the app now.